ഹരേ കൃഷ്ണ. ഇന്ന് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി. ലോകത്ത് ധർമ്മത്തിനുമേൽ അധർമ്മം പിടിമുറുക്കുമ്പോൾ ധർമ്മസംരക്ഷണത്തിനായി ജഗൽകാരണഭൂതനായ ഭഗവാൻ ശ്രീ മഹാവിഷ്ണു വിവിധ അവതാരങ്ങൾ കൈക്കൊള്ളാറുണ്ട്. അങ്ങനെയുള്ള ഭഗവാൻ 5126 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീകൃഷ്ണനായി അവതരിച്ച ഈ സുദിനമാണ് ജന്മാഷ്ടമിയായി നമ്മൾ കൊണ്ടാടുന്നത്. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണാവതാരമാണ് ശ്രീകൃഷ്ണ പരമാത്മാവ്. നമ്മുടെ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന ഏതൊരു പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ നമ്മെ പ്രാപ്തരാക്കുന്നതാണ് ഭഗവാൻ അർജുനന് നൽകിയ ഗീതോപദേശം. ആ ഭഗവാന്റെ പ്രത്യക്ഷ രൂപമാണ് ശ്രീമദ് മഹാഭാഗവതം. അതായത് സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവ് തന്നെയാണ് ശ്രീ മഹാഭാഗവതം എന്നർത്ഥം. ഇത് നിത്യവും പാരായണം ചെയ്യുന്നത് ഭഗവാന് ഏറെ പ്രിയപ്പെട്ടതാണ്. അവർക്ക് ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും ആവോളം ഉണ്ടാകും. നമ്മൾ ഈ ജീവിക്കുന്ന ഇത് കലികാലത്താണ്. കലികാലത്ത് ദുഷ്ടശക്തികൾ ശക്തരാകുന്ന പ്രത്യേക സാഹചര്യമാണുള്ളത്. അതിനാൽ ഭഗവത് ഭജനം മാത്രമാണ് ഈ കാലത്ത് ഏകരക്ഷാമാർഗം. ശ്രീ മഹാഭാഗവതം കിളിപ്പാട്ടായതിനാൽ പാരായണത്തിന് പ്രത്യേക രാഗമൊന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ ഏതൊരു സാധാരണക്കാരനും അത് പാരായണം ചെയ്യാവുന്നതാണ്. അതിനാൽ എല്ലാവരും നിത്യവും അല്പസമയം ശ്രീമദ് മഹാഭാഗവതം പാരായണം ചെയ്യുക. അതിനായി അല്പസമയം കണ്ടെത്തുക. അത് നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും നൽകുന്നതാണ്. അതേപോലെ തന്നെ പവിത്രമാണ് വിഷ്ണു സഹസ്രനാമ ജപവും. ഇത് നിത്യവും ജപിച്ചാൽ നമ്മെ എല്ലാ ആപത്തുകളിൽ നിന്നും ഭഗവാൻ രക്ഷിക്കുന്നതാണ്. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതിനാൽ ജന്മാഷ്ടമി ദിനമായ ഇന്നു മുതൽ നമ്മൾ ശ്രീ മഹാഭാഗവതവും പാരായണവും ശ്രീ വിഷ്ണു സഹസ്രനാമ ജപവും നമ്മുടെ ദിനചര്യയുടെ ഭാഗമാക്കുക. എല്ലാവർക്കും ജഗന്നിയന്താവായ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.